ഗൈസ് അങ്ങനെ നമ്മൾ സൺ സാറ്റർഡേ സ്പെഷ്യലാണ് ഇന്ന്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയോ അങ്ങനെ യാതൊന്നും തന്നെ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി സാറ്റർഡേ സ്പെഷ്യൽ വാട്ട് ടു ഡു ഗൈസ്, വാട്ട് ടു ഡു ആൻഡ് ഹൗ ടു ഡു. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു ഇന്ന്. അപ്പം അപ്പം ഇന്നത്തെ പരിപാടികൾ എൻ്റെ പോന്ന മക്കളെ യാവ് എന്താ വെച്ചല്ല. ഓ, അപ്പോൾ അതിനകത്തുനിന്ന് സ്ട്രീം കേൾക്കുന്നുണ്ട് കോപ്പ്. ഗൈസ് അതാണ് പറ്റിയത്. അതായത് ഇതിനകത്ത് ലൈവ് സ്ട്രീം പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്പീക്കറിലേക്ക് നമ്മുടെ സാമാനം വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഗൈസ്, നമ്മൾ മെറ്റേൻ്റെ റീബാൻ ക്ലാസ്സിൻ്റെ സീനൊക്കെ അറിഞ്ഞല്ലോ. അതായത് ആക്ച്വലി അവർ ഡെമോ ചെയ്യുന്ന സമയത്ത് തന്നെ ആ സാധനം വർക്കൗട്ട് ആയില്ല. ഞാൻ വിചാരിച്ച് ആ ശുക്രണം വെറുതെ കളിയായിട്ട്, ഞാനത് കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ശുക്രണം വെറുതെ കളിയായിട്ട് കാണിക്കുന്ന പരിപാടി എന്നൊക്കെയാണ്. ബട്ട് ആക്ച്വലി അങ്ങനെ അല്ലായിരുന്നു. എന്താ പറയുക, എന്താ പറയുക, ആക്ച്വലി അത് വർക്കൗട്ട് ആയില്ല. ആ വാട്സപ്പിൽ വീഡിയോ കോൾ റൈബൻ ക്ലാസ്സിൽ ആക്ച്വലി അവർക്ക് പിടിക്കാനായിട്ട് സാധിച്ചില്ല. അതാണെങ്കിൽ പിറ്റേ ദിവസത്തെ ന്യൂസ് വരെ വന്നു. ആ ന്യൂസ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പോസ്റ്റ് അങ്ങാണ്ടാണ് അത് പോസ്റ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ ആ ഇന്ത്യക്കാരത്തി ഒരു പുള്ളിക്കാരത്തി ഉണ്ടല്ലോ, ഒരു മാധ്യമ പ്രവർത്തക. ഞാൻ ആ പുള്ളിക്കാരത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. ഫസ്റ്റ് പോസ്റ്റ് മെറ്റ ഗ്ലാസ് ബൈ ഫസ്റ്റ് പോസ്റ്റ്. ഇത് കണ്ടോ മെറ്റാസ് ലൈവ് ഡെമോസ് ഫെയിൽ. കാരണം ഇത് അമ്മാതിരി രീതിയിൽ വാർത്തയായിട്ടുണ്ട് ആക്ച്വലി. നമ്മളത് കണ്ടതാണ് ആക്ച്വലി. ഇത് കണ്ടോ. അതായത് മെറ്റേൻ്റെ എപ്പിക് ഫെയിൽ. ഓ, അങ്ങനെ വരെ ഇതാക്കിയിട്ടുണ്ട്. കാരണം അത്ര രീതിയിലാണ് ആ ഒരു ഫെയിലിനെയൊക്കെ വളരെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലാണ്. അതായത് ഒന്ന് ഓർത്ത് വെക്കുക, അതിൻ്റെ മെയിനായിട്ടുള്ള തമ്മയിൽ വരെ മെറ്റേൻ്റെ ആ ഗ്ലാസിൻ്റെ ഇഷ്യൂസാണ് അവർ കൊടുത്തേക്കുന്നത് തന്നെ. ഓരോരോ മാറ്റങ്ങൾ. അല്ലാതെ ഇപ്പോൾ ഇതിനൊക്കെ എന്നാ പറയാണ്. മാധ്യമപ്രവർത്തനം വളരെ വളരെ സുന്ദരമാണല്ലോ. സിദ്ധാർത്ഥ് ജെയിനാണോ ഇന്ത്യൻ്റെ ഫസ്റ്റ് ടെസ്ല ഓണർ ഗൈസ്? എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ദ ഫസ്റ്റ് ബിസിനസ് ഓൺ ടെസ്ല. അപ്പം സിദ്ധാർത്ഥ് ജെയിനാണ് ആക്ച്വലി നമ്മുടെ ടെസ്ല ഇപ്പം ഓൺ ചെയ്യുന്ന ഒരാൾ. ടെസ്ലേൻ്റെ സ്റ്റോക്സ് എല്ലാം ആ ഒരു കാർ വാങ്ങിക്കുന്ന ഒരാളാണ്. ടെസ്ലേൻ്റെ മോഡൽ വൈ ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, അതിന് ഏകദേശം 59 ലക്ഷം പ്രൈസ്. അല്ല സോറി, ആ സാധനത്തിൻ്റെ അല്ല. വൈ മോഡലിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് 59 ലക്ഷം ടു 67 ലക്ഷമാണ്. ആ സാധനമാണ് നമ്മുടെ ഈ സിദ്ധാർത്ഥ് ജെയിൻ ആക്ച്വലി ഇതാക്കിയിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും എനിക്ക് സിദ്ധാർത്ഥ് ജെയിൻ അറിയാം. എനിക്ക് പുള്ളീനെ അറിയില്ല. അത് വേറൊരു കോമഡി. നമുക്കിങ്ങനെ സോറി, സിദ്ധാർത്ഥ് ജെയിൻ ആണ് കോഡ്. ഓ, ആക്ച്വലി ഇതാണോ ഈശ്വര സിദ്ധാർത്ഥ് ജെയിൻ? അവിടെ പോയി. അയ്യോ, ഇതെന്തുവാ എല്ലാം ഉണ്ടല്ലോ, കിക്കൊക്കെ എടുത്ത് പള്ളകളായിരുന്നു സാധനം. അവിടെ സിദ്ധാർത്ഥ് ജെയിൻ. ഇതൊക്കെ അങ്ങ് കോപ്പി ചെയ്താൽ മതിയായിരുന്നു. ഓരോരോ കഷ്ടപ്പാടുകൾ. ഇതാണ് നമ്മുടെ സിദ്ധാർത്ഥ് ജെയിൻ. ഇതാണോ? ഇതല്ലല്ലോ ഗൈസ്. The person who owns Tesla based in India. Okay. Okay. INOX Group. Wow. Oh. Two injuries. ഒന്ന് പ്രതാപ് സർനായിക്, മഹാരാഷ്ട്ര ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ. ഓക്കെ, ഫസ്റ്റ് ഡെലിവറി ഓഫ് അത് സെപ്റ്റംബർ 5 കൊടുത്തേക്കുന്നത്. പിന്നെ അടുത്ത സിദ്ധാർത്ഥ് ജെയിൻ ആണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് INOX ഗ്രൂപ്പ്. വാസ് ഫസ്റ്റ് പ്രൈവറ്റ് ബയർ ടു ടേക്ക് ഡെലിവറി ഓഫ് ടെസ്ല മോഡൽ വൈ. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. അതായത് നമ്മുടെ INOX ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ കുഞ്ഞു കാഴ്ച. അപ്പം എങ്ങനെയാണെങ്കിലും നമ്മൾ അത് അറിഞ്ഞു. അപ്പോൾ അതാണ് സിദ്ധാർത്ഥ് ജെയിൻ ആണ് ആക്ച്വലി ഇതിനകത്തെ ആക്കിയേക്കുന്നതെന്ന് പറയുന്നത്. വാട്ട് ഡസ് Indian
ഗ്യാസ്, അതായത് റിന്യൂവബിൾ എനർജിയിലുണ്ട്, ഗ്യാസ് ഉണ്ട്, എന്റർടൈൻമെന്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ സൈറോജനിക് എക്യുപ്മെന്റ്സും ഉണ്ട്. ഐഎൻഒക്സ് എയർ പ്രൊഡക്ട്സ്, ഐഎൻഒക്സ് സീവ, ഐഎൻഒക്സ് വിൻഡ് ആൻഡ് ദ പി വി ആർ ഐഎൻഒക്സ്. എൻ്റെ മോനെ എൻ്റെ മോനെ പി വി ആർ അവന്മാരെടുത്താ. ഓഹ് എൻ്റെ അമ്മോ, പി വി ആറിന്റെ മുതലാളിമാരാണ് ചെങ്ങായി. അതാണ് സിദ്ധാർത്ഥ് ജെയിൻ എന്ന് പറയുന്നത്. എൻ്റെ സീന് ചെങ്ങായി. പി വി ആർ ഊഹ്, തീർന്ന് 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 ഗൈസ്, തീർന്ന്. ഓക്കെ, ഇപ്പം കണ്ടോട്ടോ, ഒറാക്കിളിനെ കുറിച്ചാണ് ഇപ്പം ആക്ച്വലി എല്ലായിടത്തും. കാരണം വിത്തിൻ 2 days കൊണ്ട് ലാറി, ചെങ്ങായിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഒറാക്കിൾ സിഇഒ, ഒറാക്കിൾ സിഇഒ ഫൗണ്ടർ ഫോർ ലാരി എലിസൺ. അതന്നെ, ലാരി എലിസൺ ഏകദേശം 2 ദിവസം കൊണ്ടാണ് ഏകദേശം 100 ബില്യൻ്റെ അടുത്തോളം, 100 ബില്യനായിട്ട് ഫുള്ളായിട്ടുള്ള അത് വന്നതിനെ. പിന്നെ മോനെ, ലാരി എലിസൺ ഇപ്പം പേജുകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞ് 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 ഇങ്ങനെ കളിക്കുകയാണ് ആക്ച്വലി. കാരണം പുള്ളി അമ്മാതിരി ഒരു കയറ്റമാണ് വന്നേക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും ഒറാക്കിളാണ് ആക്ച്വലി. ഒറാക്കിൾ, ഒറാക്കിൾ, ഒറാക്കിൾ. അപ്പം എല്ലായിടത്തും പിരിച്ചുവിടലാണ് ഗൈസ്. അതായത് 2017 40,000 ആൾക്കാരായിരുന്നു, 2025 ആയപ്പോഴത്തേനും 27,000 ആൾക്കാരായി. അതിനകത്ത് ഇപ്പം തന്നെ 3,000 ആൾക്കാരെ അവന്മാർ പിരിച്ചു വിട്ടേക്കുന്നു. അതിൻ്റെ ഇപ്പം വാലുവേഷൻ എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ ഇന്ത്യൻ്റെ ആയിരിക്കാനാണ് ഏകദേശം 450 ബില്യനാണ്. എന്നിട്ടാണ് ഇങ്ങനെ പിരിച്ചുവിടൽ പരിപാടി എല്ലാം കൂടെ അങ്ങ് നടക്കുന്നത്. ഓരോരോ കളികളെ. മിഖായൽ ബറീൻ്റെ പോർട്ട്ഫോളിയോ ഉണ്ട്. ഇങ്ങനെ ഓരോന്നിൻ്റെ ഇത് കിടിലൻ സാധനമായിരുന്നു. ഒരു പരസ്യം എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമ്മൾ കാണിച്ചു തന്നെ കേട്ടോ, ഈ ഒരു ചിപ്സിന്റെ പരസ്യം. We have a slight problem. Thierry has eaten all of the Lays. Let me fix it. Hey, camera guys, can you please find someone with Lays to come down and watch the game with us? എൻ്റെ മോനെ, സീൻ 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 ഫോണൊക്കെ എടുത്ത് കാണിക്കുക. എവിടെ എവിടെ? ഇല്ല 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 ഇല്ല. ഇത് കിട്ടി, സാധനം കിട്ടി, സാധനം കിട്ടി. ആ തകർത്ത് തകർത്ത്. എൻ്റെ ആ പോലെ. ആ കിട്ടി കിട്ടി. എവിടെ എവിടെ എവിടെ? 2 പേരോ? എൻ്റെ ആ മോനെ. അങ്ങനെ 2 പേർക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ ഒരു പരസ്യം കൊടുക്കാൻ ഇപ്പം പഠിച്ചില്ലേ? അപ്പം എന്തായിരുന്നു നമ്മുടെ അണ്ണനുണ്ടല്ലോ, ബെക്കാമിന് ലേസ് കൊടുത്താൽ അവിടെ വന്ന് ബെക്കാനമ്മിൻ്റെ കൂടെ പോയിട്ട് നമുക്ക് ലേസ് ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യട്ടോ ഗൈസ്. ഇത് നമ്മുടെ പുള്ളിൻ്റെ സിനിമയാണല്ലോ. പുള്ളിൻ്റെ സിനിമ അത് ഇറങ്ങാൻ പോകുന്നുണ്ട് അടുത്ത മാസമാണ്. ദിവാലിക്കാണ് ആക്ച്വലി സിനിമ ഇറങ്ങുന്നത്.
കിടിലം പാട്ട്, നല്ല ആൾക്കാർ എങ്ങനെയും പട്ടം സെറ്റാക്കട്ടെ. BYD ടെസ്ല മാർക്കറ്റ് ക്യാപ് BYDന്റെ ഏകദേശം 127 ബില്യനാണ്. ടെസ്ലാൻ്റെ 101.2 ട്രില്യൺ. എൻ്റെ മോനെ, റവന്യൂ ആണെങ്കിൽ 107 ബില്യൺ, ഇവിടെ റവന്യൂ ആണെങ്കിൽ 97 ബില്യൺ. ഓ, അപ്പം BYD ആണ് ഗൈസ് ചൈനയിലെ മാർക്കറ്റിൽ അങ്ങനെ കിടകിടകാന്ന് ഇതാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കണം, 10 ഇരട്ടിയാണ് BYDനേക്കാളും ടെസ്ലേൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഓ, BYD ഇപ്പം തന്നെ ഇവിടെ ഇന്ത്യയിൽ തന്നെ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയോ? ഇവിടെ ഈ എറണാകുളത്ത് തന്നെ എത്ര ആൾക്കാർ ഇങ്ങനെ BYD കൂടെ ഇങ്ങനെ അമ്മാനമായി കിടക്കുന്നത്. കുറേ വണ്ടി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് BYDൻ്റെ തന്നെ. ഇവിടെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ എടുത്തിട്ടുണ്ട്. ഇന്ത്യയിലായി ആമസോൺ സേവ് ഡെവലപ്പർ. ആമസോൺ ഏതോ പുതിയൊരു കോഡിലെ അസിസ്റ്റൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതിൻ്റെ പേര് അവന്മാർ പറയുന്നില്ലല്ലോ. സീക്രട്ട് കോഡ് സ്ലാഷസ് റീപ്ലേസസ് ഫോർച്യൂൺ 15 ഏതാ സാധനം എന്നൊന്നും അവന്മാർ പറയുന്നില്ല. ആക്ച്വലി ഏതാണ് ഗൈസ്, ഇതാണ്. ഓ, You were $900 million in debt, and now your worth has quadrupled since the show. All of a sudden now you've gone from being in debt to a worth of 90 million. Good. What? No. 900 million? No. Billion? No. 5 billion. Well, that's what they say. I don't know if it's true or not. I mean, they say $5 billion. I don't know if it's true, but it's enough to eat and live. It's been substantial. It's been great. No, I was down pretty low. I was down around 1990. I was minus $900 million. In fact, there's a very famous scene where I'm walking down the street with a very beautiful woman, and I said, "You see that man over there?" She said, "Yes." "Do you know who he is?" "Yes, he's a beggar. Isn't that too bad?" I said, "It is too bad, but right now he's worth $900 million more than I am." At a bad point in my life. And she said somewhat naively, "What do you mean, Donald? He's not worth $900 million, is he?" And I said, "Let's assume he's worth nothing, but I'm worth minus $900 million." And so that was a low point. That was around 1991. And now it's, the real estate markets have been booming in New York and elsewhere where I'm building, and I'm by far the biggest developer in New York. എൻ്റെ അമ്മ, 1 ബില്യൻ്റെ അടുത്ത് കടക്കാരനായിട്ടുള്ള മനുഷ്യനാണ്. ഇപ്പോൾ ഏകദേശം ആ ഒരു സമയത്ത് 5 ബില്യൺ. ഇപ്പം പുള്ളിക്ക് നല്ല ഇതുണ്ട്, നല്ല ആസ്തിയുണ്ട്. പിന്നെ അമേരിക്കൻ പ്രസിഡൻ്റൊക്കെ അല്ലേ ഗൈസ്. എനിക്കിതിനകത്ത് ഏറ്റവും വിഷമം എന്ന് പറയും, ഞാൻ ഈ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അത് ഞാൻ ഫുള്ളിരുന്ന് കണ്ടിട്ടില്ല ഗൈസ്. ഉള്ള കാര്യം പറയാം. As bad as you want to breathe. കാര്യം If you want it that bad, if you're willing to give it that much, you get a big piece of what you want. Anything you want can happen, become a reality. I believe that sincerely, and I'll die on that thought. I'm in this bitch. Yeah. സോഷ്യൽ നെറ്റ്വർക്ക് ഗൈസ്, ഈ മഹാനായ വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെടുക. പുള്ളിക്കാരത്തേക്ക് ഒരു 14 ബോയ് ഫ്രണ്ട്സ് ഉണ്ട്, വളരെ കുറവാണ്. അപ്പം എല്ലാവരും എന്താ ഇവിടുത്തെ 17 സീരീസ് ഒക്കെ ഇറങ്ങല്ലേ, എല്ലാവരും കുറച്ച് ഐഫോൺസ് ഒക്കെ കൊടുത്തു. അപ്പോൾ എത്ര 14 ഐഫോൺസ്. ആ 14 ഐഫോൺസ് പുള്ളിക്കാരത്തി വിറ്റിട്ട് എന്താ ചെയ്തേ? സിമ്പിൾ, ഒരു പുതിയൊരു വീട് വാങ്ങി. എത്ര എന്താ പറയുക, ഇങ്ങനെ വളരെ വിശാല മനസ്കതയുള്ളൊരു പുള്ളിക്കാരത്തിയാണ്. അത്രയും ബോയ് ഫ്രണ്ട്സ്. എൻ്റെ അമ്മോ, സമ്മതിച്ചു കൊടുക്കണം പുള്ളിക്കാരത്തിനൊക്കെ. ലാറി എലിസൺ ആണ് ഗൈസ് എല്ലായിടത്തും. ലാറി എലിസൺ പുള്ളി സീനാണ് ഗൈസ്. പുള്ളി ഓർഫൺ ആണെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് പുള്ളിൻ്റെ അമ്മയോ അച്ഛനോ പുള്ളിനെ ഉപേക്ഷിച്ച് പോയതാണ് ആക്ച്വലി. വളരെ പുള്ളി സ്വന്തം ഭയങ്കര പിക്കപ്പായി വന്നൊരു മനുഷ്യനാണ് ലാരി എലിസൺ എന്ന് പറയുന്നത്. ഫൈബാണല്ലോ.
അല്ല ഓണ സെലിബ്രേഷൻ കോളേജ് വിളിച്ചാൽ വരും ബാംഗ്ലൂർ. ബാംഗ്ലൂരിനെ ബാംഗ്ലൂർ തന്നെയല്ലേ, ബാംഗ്ലൂർ എനിക്ക് വരാൻ പറ്റില്ല, മനസ്സിലായോ? നീ ഒന്ന് പുറകോട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ മനസ്സിലാവും. തമിഴ്നാട് എനിക്ക് കയറാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായിട്ട് ബാംഗ്ലൂരൊക്കെ കിട്ടിയ വെട്ടിക്കൊല്ലുന്ന ബ്രാവോ, അവന് തമിഴ്നാട് പോകാൻ പറ്റൂല, അവന് ബാംഗ്ലൂർ പോകാൻ പറ്റൂല. ലൈവിലിരുന്ന് ഒരു ദിവസം തമിഴന്മാര് നീയൊക്കെ മറ്റേ ഞങ്ങളുടെ മുല്ലപ്പെരിയാർ പിടിച്ച് കൂടെ കുണ്ടുകളെ എന്ന് പറഞ്ഞ പറ്റി പ്രശ്നമായിട്ട് ലൈവിലിരുന്ന് പറഞ്ഞ് അത് ഇവർ റീലിട്ട് അത് 5 മില്യൺ വ്യൂസ് എന്തോ അടിച്ചു. അതിനകത്ത് മൊത്തം തമിഴ് നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വന്ന് കമന്റ് ഇട്ട് പണി ഇവനെ. ഇത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂര് എന്തോ ആൾക്കാരെ എന്തോ പറഞ്ഞതിന് അവരടുത്ത് ഏതോ അഡ്വക്കേറ്റ് വരെ വീഡിയോക്കകത്ത് ഒന്ന് കമന്റ് ഇട്ട്. ഇന്ത്യയുടെ 4 വാടം വള്ളി പിടിച്ച് വെച്ചിരിക്കണവർക്ക് ബാംഗ്ലൂർ എനിക്ക് കയറാൻ പറ്റില്ല, മനസ്സിലായോ? തമിഴ്നാട് കയറിങ്ങനെ തമിഴന്മാരെന്നെ കൊല്ലുന്ന പറഞ്ഞ, കർണാടക കയറിങ്ങനെ കർണാടക കുണ്ണുകൾ എന്നെ കൊല്ലുന്ന പറഞ്ഞ. എന്റെ അമ്പോ സായിപ്പിന്റെ കാര്യം, എന്റെ സായിപ്പേ 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 സായിപ്പേ, നമ്മുടെ ഓയോന്റെ പുള്ളിയാണല്ലോ. At the age of 19, one thing was very clear to me. I did not want to build anything that was one more business. I wanted to create something that created a real impact. And if I lost out, I had a great learning. Because if I had to create a business, I could have done it anyway through my life. Which is when we said we'll fix predictability. If it meant that I will run just one hotel in this country, I will not build something that 1,000 people kinda like. We'll build something that 5 people will fall in love with. At the age of 19, one thing was very clear to me. Vision. What began with it? എൻ്റെ അമ്മ 80ന്റെ മുകളിൽ കൺട്രീസിൽ ആക്ച്വലി ഓയോക്ക് പ്രസൻസ് ഉണ്ട്. ഓ, ഹൃദേശ് അഗർവാൾ എന്ന, അതന്നെ ഹൃദേശ് അഗർവാൾ, പുള്ളിൻ്റെ പേരാണ് ഹൃദേശ് അഗർവാൾ. അപ്പം ഒയോ റൂംസിൻ്റെ ഫൗണ്ടറാണ്. ഓക്കെ, ക്യാത്തി വുഡ്, പുള്ളിക്കാരത്തിനെ കേട്ടിട്ടുണ്ട്. പുള്ളിക്കാരത്തിനെ എനിക്കറിഞ്ഞൂടാ. നമ്മളെ ജോൺസൺ ഹേങ്. VCs don't invest in business plans because business plans are easy to write. I could write it, but other people could, right? And so they invest in this. They invest in great people. And so the question is do they trust you? Your reputation matters. Your history matters. Because I had done so much work with Andy Bechtolsheim, which was another graduate of Stanford, and the founder of Sun, and worked with the founders of Synopsys and LSI Logic, and you know we were all very successful and we did good work. Your reputation will precede you, even if your business plan writing skills are inadequate. The second thing is you need to have a vision that's sufficiently large to invest in, because their statistics, their probability of success is rather low. And if they need to put in $10 million, if the market's only $20 million large, they'll never get that $10 million back with reasonable return. But if it's a $200 billion market, then of course it's a rather different thing. Okay, so the size of the market. That last part is probably second, last. I said it last because also I think it's the least important. You might have to reinvent yourself over time. And if you want to reinvent yourself, you need to have great people. That's why great people are so important. VCs don't invest. Slate. ഗൈസ്, നമ്മളെ സ്പൈഡർമാൻ ആയിട്ടുള്ള സിനിമയുണ്ടല്ലോ, ഇതിനകത്ത് ഈ സോഷ്യൽ നെറ്റ്വർക്കിലൊക്കെ ഉണ്ടായിരുന്ന പുള്ളീൻ്റെ, നമ്മുടെ ടോം ഹോളണ്ട് അല്ല, അതേപോലെ തന്നെ മറ്റേ പുള്ളിയല്ല,
അതിൻ്റെ എന്തായിരുന്നു? സോഷ്യൽ നെറ്റ്വർക്ക്. ഇതെന്തുവാ? നെറ്റാണല്ലോ. സോഷ്യൽ നെറ്റ്വർക്ക് മൂവി. ഇതിനകത്ത് ആൻഡ്രൂ ഗാർഫീൽഡ് പുള്ളി ആക്ച്വലി ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ChatGPT ഉണ്ടല്ലോ, സാം ആൾട്ട്മാൻ്റെ അതിനെക്കുറിച്ചുള്ളൊരു സിനിമ ഇപ്പോൾ ആക്ച്വലി അവർ റണ്ണിങ് ആണ്. അതിനകത്ത് സാം ആൾട്ട്മാൻ ഇട്ടേക്കുന്ന അതേ രീതിയിലുള്ള ആ ഒരു കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പുള്ളിൻ്റെ ആ ഒരു ചെറിയൊരു ഫോട്ടോയൊക്കെ ആക്ച്വലി വൈറലായിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം അങ്ങനെ ഒരു മൂവിയിലാണ്. അപ്പം ഇനി നമുക്ക് കണ്ടറിയാം എന്തെല്ലാം എവിടെയെല്ലാം സംഭവിച്ചു എന്ന്. അതായത് ഇപ്പം ഫേസ്ബുക്കിനെ കുറിച്ച് ഇറങ്ങി, ഊബറിനെ കുറിച്ച് ഇറങ്ങി, ഇവരുമായിട്ടുള്ള സ്റ്റീവ് ജോബ്സും അതേപോലെ തന്നെ നമ്മുടെ ബിൽ ഗേറ്റ്സുമായിട്ടുള്ള ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സിനിമേൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി. അപ്പം ഇങ്ങനെയാണെങ്കിലും ഓക്കെ എന്തായിരുന്നു, അങ്ങനെ സിനിമകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം ഇവിടെ നാനോ ബനാന ഉണ്ടല്ലോ, ആ നാനോ ബനാന പൊട്ടിക്കാൻ വേണ്ടി ചൈനീസ് കമ്പനി ഒരു പുതിയൊരു സാധനം ഇറക്കി. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എല്ലാം ഞാൻ മറന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഓക്കെ, ഗൂഗിൾ ലേണിംഗ് ഹൗ ടു ലേൺ. എൻ്റെ അമ്മോ, അതായത് ഗൂഗിളിൻ്റെ AI സയൻറ്റിസ്റ്റ് ഒക്കെ പറയുകയാണ് ഇനി വരുന്ന ഫ്യൂച്ചറിലുള്ള സ്കില്ലെന്ന് പറയുന്നത് ലേണിംഗ് ഹൗ ടു ലേൺ. ലേൺ ചെയ്യാൻ വരെ പഠിച്ചുകൊണ്ടിരിക്കണം. അതാണ് സിമ്പിൾ. ഫിനാൻഷ്യൽ ഡാർക്ക്. ഇതാണ് നമ്മളെ പ്ലാന്ററിന്റെ CEO എന്ന് പറയുന്നത്. അത് തന്നെ We don't know how to deal actually with this demand. And so we're rebuilding the company. We have a lot of employees in Germany and France. I'm telling them it's time to pack up and come to America. I'm telling our hiring, we are hiring here. We are having, as I mentioned, a bonanza of people wanting to work here because people are, quite frankly, tired of working for people who seemingly only have an opinion when it doesn't matter and with products that may not work. We're looking at, I'm getting personally involved in the recruiting again to get more people, but exactly the right people. And we're going to scale against the demand. But it's a real thing. We don't know how to deal actually. Palando. Annual revenue. ആൽഫബറ്റിൻ്റെ ആനുവൽ റവന്യൂ ആണ്. ആൻഡ്രോയിഡ് you are solely responsible for all investment acts and financial decisions that you make. ആക്ച്വലി ഗൂഗിളിനെ ഇവർ അക്യൂർ ചെയ്താണ്, ആൻഡ്രോയിഡിനെ ഇവർ അക്യൂർ ചെയ്താണ്. പിന്നെ യൂട്യൂബിനെ അക്യൂർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വാച്ചിന് ഏതാണ് അറിഞ്ഞൂടാ, മോട്ടറോളയോ അക്യൂർ, പിന്നെ വെയ്സ് അക്യൂർ ചെയ്തു, നെസ്റ്റ് അക്യൂർ ചെയ്തു. പിന്നെ ഡീപ്പ് മൈൻഡ് ആ ഒരു സമയത്ത് ഭയങ്കര ചെയ്തായിരുന്നു. ഡീപ്പ് മൈൻഡ്, ലുക്ക് അറിഞ്ഞൂടാ. ഫിറ്റ്ബിറ്റ് കേട്ടിട്ടുണ്ട്, പിന്നെ മാഗ്നേറ്റ് കേട്ടിട്ടുണ്ട്. പിന്നെ വിസ് ആക്ച്വലി ഈ അടുത്താണ് അവർ അക്യൂർ ചെയ്തേക്കുന്നത്. വിസ് എന്ന് പറയുന്ന നല്ലൊരു കിട്ടില്ല സാധനമാണ്. എസ്പെഷ്യലി വെബ് മേക്കിങ്ങിനൊക്കെ വളരെ കിട്ടില്ലെന്നായിട്ടുള്ള ഒരു ബിഗ് സ്റ്റുഡിയോസ്. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം ഗൈസ്. ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് അടുത്ത സാമോൾട്ടോൻ്റെ അടുത്തൊരു ഇതാണ്. You recently had Sam Altman on your pod. Yeah. Were you nervous? No, definitely not. Why? Why would I be nervous? I don't know. It's my brother. He's your brother? Stop. Really? You're joking. No. Wait, are you? Sam Altman, Jack Altman. You guys are You related. have to keep this in the podcast. That's really good. Are Please you? keep this in. Okay. That's crazy. Yeah, it's my brother. So you've known each other for a while. Yeah. This is good. I'm actually really happy to hear that. This is great. എൻ്റെ മോനെ, സാമോൾട്ടോൻ്റെ ബ്രദറാണ് പുള്ളി, ജാക്ക് ഓൾട്ടോൻ. എൻ്റെ മോനെ സീൻ. അയ്യേ, പുള്ളിക്കാരത്തിക്ക് പോലും അറിയില്ലായിരുന്നു. എനിക്കും അറിയില്ല, അത് വേറൊരു സത്യം. പുള്ളിക്ക് 40 വയസ്സുണ്ട്. പുള്ളിക്ക് ഇപ്പോൾ ഒരു ന്യൂ ബോൺ ബേബി വന്നിട്ടുണ്ട് സാമോൾട്ടോന്. അതേപോലെ തന്നെ സ്പൗസ് അറിയാലോ. പിന്നെ ജാക്ക് ഓൾട്ട്മാനുണ്ട്.
ആഹാ, എൻ്റെ ആ മോനെ സാമുവൽട്ടോൻ. പിന്നെ പുള്ളിക്കൊരു സിസ്റ്റർ ഉണ്ട്, ആനാൾട്ടുമാണ്. പുള്ളിക്കാരത്തിനെ കുറിച്ച് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല ആക്ച്വലി. എൻ്റെ ആ മോനെ സീന് സാമുവൽട്ടൻ്റെ ബ്രദറാണ് പുള്ളി, ജാക്ക് ഓൾട്ടോൻ. ഓ, ഈ എന്തൊക്കെ നടക്കണം ഈശ്വരാ, ഈ എന്തൊക്കെ നടക്കണം. ഇതായത് ആ മീറ്റിംഗ് How much are you spending, would you say, over the next few years? Oh gosh. I mean, I think it's probably going to be something like 800. I don't know, at least $600 million Shit. through 28 in the U.S. Yeah. It's a lot. No, it's not. It's significant. And Jim, how much money will Apple be investing in the United States? Because I know it's a very lot, and it's, you know, you were elsewhere, and now you're really coming home in a big way. How much money will you be investing? 600 billion. 600 billion. It's a lot of Very jobs. proud. Sam, you're a big leader of a very new industry at a very young age. You're a young guy. You want to tell us about what you're doing? You told me things before that are absolutely unbelievable. So what are you doing? We will invest a ton in the United States, and we will do our best to make sure that we continue to be here. That's right. Thank you. Hundreds of billions of dollars, and it's going to be well worth it. How much is Google investing? We are the next 2 years, it's $200 million. That's good. That's great. How much are you spending, would you say, over the next few years? 250 ബില്യണായി. 250, 350, 450 എന്തൊക്കെയൊക്കെ കഴിക്കുക. എല്ലാം 50 കളിക്കുക. ഓ, വർക്ക്ഷേപ്പ് ഹാർട്ട് പ്ലീസ്. വാട്ട് ഹാപ്പൻഡ് ബഡി ഗൈസ്, നെറ്റ് പോയി മുമ്പിൽ. റാവോ കഥന
കജലേ ലാ 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 ലാ. എന്നാലും എൻ്റെ ഇത് പോയല്ലോ ഈശ്വരാ. ആ 30 മിനിറ്റ് നമ്മൾ ചെയ്ത് നമുക്കൊരു പണിയില്ലല്ലോ, നമ്മൾ അവിടെ കിടന്നു ചെയ്യും.